ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന എൻ്റെ ഒറ്റ വാശി കൊണ്ട് കുറച്ചധികം വൈകിപ്പോയ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. പണ്ട് ഏതാണ്ട് ഒരു 2 വർഷം മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഐഫോൺ എടുത്ത ആളാണ് ദേ ഈ നിൽക്കണം ഞാൻ. പിന്നെ പെർഫെക്ഷനിസം പണ്ട് തൊട്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എക്സ്ക്യൂസസ് വന്നത് പല വഴിക്കായിരുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു, നോ മോർ പെർഫെക്ഷനിസം, ദർ ഈസ് നോ പെർഫെക്റ്റ് ടൈം. പറ്റണ പോലെ അങ്ങ് ചെയ്തു തുടങ്ങിയ കാര്യം നടക്കും. ഇല്ലേ പിന്നെ ദേ ഇതുപോലെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഴിഞ്ഞാലും കാര്യം നടക്കില്ല. കുറച്ച് വർഷങ്ങളായിട്ട് സെൽഫ് കെയറിന് ഒരു പൊടിക്കധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുണ്ട്. ഒരു കാലത്ത് എൻ്റെ സ്കിന്നോ ഹെയറോ ഒന്നും ഇഷ്ടമേ അല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ 100 കൂട്ടം ഇൻസെക്യൂരിറ്റിയിൽ നിന്നും എന്നെ ഇന്നത്തെ ഞാനാക്കിയത് ഒരു പരിധിവരെ ഈ സെൽഫ് കെയർ റുട്ടീനൊക്കെ തന്നെയാണ്. എൻ്റെ സെൽഫ് ലവ് വാസ് ദ റിയൽ ഗെയിം ചേഞ്ചർ. ഇനി നമുക്കൊരു സൺസെറ്റ് കാണാൻ പോയാലോ? പറയാൻ മറന്നു, ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഗോവയിലാണ്, ദ ബീച്ച് പാരഡൈസ് ഓഫ് ഇന്ത്യ. ആൻഡ് മീറ്റ് മിസ്റ്റർ വിഷ്ണു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഏകദേശം 4 months ആയിട്ടുണ്ട്. മാരേജ് പോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ വേറൊരു കാര്യം ഗോവയാണ്. ദിസ് വാസ് ദ പ്ലേസ് ഐ ഓൾവേസ് ഡ്രീംഡ് ഓഫ് വെൻ ഐ വാസ് ഇൻ കോളേജ്. എത്ര നടക്കാത്ത ഗോവ ട്രിപ്സ് ആയിരുന്നെന്നോ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളത്. ഒടുക്കം ഞാൻ ഗോവയിൽ താമസം തുടങ്ങിയപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ചില ഡെസ്റ്റിനേഷൻസ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും, അല്ലേ? ഓൾഡ് ഗോവയിൽ 2 ഫേമസ് ചർച്ചുകളാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സി കത്തീഡ്രൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചുകളിൽ ഒന്നാണത്രേ. ഇവിടുത്തെ ഗോൾഡൻ ബെല്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ബസിലിക്ക ഓഫ് ബോം ജീസസ്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം സൺസെറ്റ് ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ അകത്തേക്ക് കയറുന്നില്ല കേട്ടോ. ഈ തെങ്ങുകൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കേരളം തന്നെ അല്ലേ? അങ്ങനെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം അറിഞ്ഞത് ഗൈസ്. ഗോവയുടെ സ്റ്റേറ്റ് ട്രീ എന്ന് പറയണത് തെങ്ങാണെന്ന്. ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓൾഡ് ഗോവ. പണ്ട് പോർച്ചുഗീസ് ഭരണ സമയത്ത് ഗോവയുടെ തലസ്ഥാനം തന്നെ ഈ ഓൾഡ് ഗോവയായിരുന്നു. എന്തായാലും ഈ ഒരു പ്ലേസും ഈവനിങ്ങും ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുള്ളാ അല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒരു പ്രത്യേകതരം ആർക്കിടെക്ചറാണ് ഗോവയിലെ ഈ ബിൽഡിങ്സിനൊക്കെ ഉള്ളത്. കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. ഗോവയും പോണ്ടിച്ചേരിയും തമ്മിൽ എന്തോ ഒരു ആർക്കിടെക്ചറൽ സിമിലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാലത്ത് ഗോവ പോർച്ചുഗീസ് കൺട്രോളിലും പോണ്ടിച്ചേരി ഫ്രഞ്ച് കൺട്രോളിലും ആയിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം ഈ യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറൽ സിമിലാരിറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദേ ആ ബ്രിഡ്ജ് കണ്ടോ? അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടേ. ഇത് ഗോവയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള മിരാമർ ബീച്ചാണ് കേട്ടോ. ഗോവയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പഞ്ചിം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കാണത്തുള്ളൂ കേട്ടോ ഇങ്ങോട്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇന്നർ സെൽഫായിട്ടൊന്ന് കണക്ട് ചെയ്യാനും ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു സൺസെറ്റ് അത്യാവശ്യമാണ് അല്ലേ?
ലൈഫിൽ എനിക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണെന്ന്. ഇങ്ങനൊരു സൺസെറ്റ് കഴിയുമ്പോൾ മനസ്സിൽ വലിയ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നോർത്ത് ഗോവയിലെ നൈറ്റ് ലൈഫിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കാസിനോസൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അതിലേറെ അത്ഭുതത്തോടെ ഞങ്ങളുടെ ഈ ഡേ അങ്ങ് എൻഡ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളുടെ ഒപ്പമുള്ള ഈ ഒരു കുട്ടി ഈവനിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.